ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മോട്ടിവേഷനൊന്നും കൊണ്ടല്ല, നല്ലൊരു അടിപൊളി സോസാണ് കേട്ടോ. ഷെയ്സ്വാൻ സോസ് നിങ്ങളെല്ലാം ക്യാപ്ഷനിൽ കണ്ടു കാണും. ഷെയ്സ്വാൻ സോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചൈനീസ് സോസാണ്. അത് നമുക്ക് ഇന്ത്യനൈസ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഷെയ്സ്വാൻ ചിക്കൻ, ഷെയ്സ്വാൻ പനീർ, ഷെയ്സ്വാൻ ഫ്രൈഡ് റൈസ് എല്ലാത്തിനും യൂസ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റിയാണ്. ചിക്കനൊക്കെ വറുത്ത് ഈ ഷെയ്സ്വാൻ സോസിനകത്ത് ഡിപ്പ് ചെയ്ത് നമ്മളൊന്ന് പുരട്ടി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ പനീർ ഫ്രൈഡ് റൈസിന് നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ട് ഈ ഷെയ്സ്വാൻ സോസും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ സ്റ്റിയർ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് പലതിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ആ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി തരാം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്സ്വാൻ സോസ്. അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. ഒരു 50 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. 50 ഗ്രാം ഒന്നും നിങ്ങൾ അങ്ങനെ അളക്കാൻ നിൽക്കേണ്ട. ഒരു കൈപ്പിടി നിറച്ച് വെളുത്തുള്ളി. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു മുക്കാൽ, നമ്മുടെ വിരലിൻ്റെയൊക്കെ നീളത്തിൽ, ഒരു മുക്കാൽ വിരലിൻ്റെ നീളത്തിലൊരു ഇഞ്ചി എടുത്തോളൂ. എന്ന് പറഞ്ഞാൽ കൂടുതൽ വെളുത്തുള്ളി വേണം. ഒരു 15 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചോപ്പറിനകത്ത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് നമ്മൾ അത് ചോപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ഇതിലിട്ടിട്ട് നമ്മളൊന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ഫൈനായിട്ട് ചോപ്പായി കിട്ടും. പേസ്റ്റ് ആക്കരുത് കേട്ടോ. പേസ്റ്റ് ആക്കി അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോവും. നമുക്ക് പേസ്റ്റ് വേണ്ട, നല്ല ഫൈൻലി ചോപ്ഡ് ആയിരിക്കണം. ഓക്കെ. അങ്ങനെ ഫൈൻലി ചോപ്ഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സോയാ സോസ്, വിനീഗർ, ടൊമാറ്റോ കെച്ചപ്പ്, ഇച്ചിരി പഞ്ചസാര, പിന്നെ മുളക്. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കശ്മീരി റെഡ് ചില്ലീസാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ചില്ലീസ് ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഞാൻ ഇടുവാണ്. 6 പൗഡറും പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു 4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ആ ചില്ലി ഫ്ലേക്സും കൂടി ഇടുക ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കശ്മീരി റെഡ് ചില്ലീസ് നമ്മൾ ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. നമുക്ക് എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല. കശ്മീരി റെഡ് ചില്ലി പൗഡർ ചില്ലീസ് അല്ല ഞാൻ വാങ്ങിച്ച് വെക്കുന്നത്, സാധാരണ കടുവറുക്കാനൊക്കെ. അപ്പോൾ അത് മറ്റേത് എരിവുള്ളതാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിപ്പോവും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടെക്നീക്ക്. നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം ഈ ടെക്നീക്ക്. 6 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഒരു തിക്ക് പേസ്റ്റ്, നോട്ട് വെരി തിക്ക് പേസ്റ്റ് ആക്കിയെടുക്കുക. തിന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇതാകുമ്പോൾ വേഗം വഴണ്ടി കിട്ടും. എണ്ണയിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ, വെള്ളം ഒഴിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും പെട്ടെന്ന്. ആ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ടെക്നിക്കാണ്. എന്നിട്ട് ഇത് നമ്മൾ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എളുപ്പമാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ആയി കിട്ടും. ഇത് ഞാൻ താഴെ തീ കത്തിച്ചിട്ടില്ല കേട്ടോ, കുഴപ്പമില്ല. അത് നിങ്ങളെ കാണിക്കാൻ, ക്യാമറയുടെ ആംഗിൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തിട്ടിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കാണ്. ഇത്രയും തന്നെ തിക്കായിരിക്കണം. എന്നിട്ട് പിന്നെ ആ പാത്രം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നല്ല ചൂടായിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എണ്ണ വേണം. എണ്ണ നല്ല പോലെ വേണം, കുറച്ച് എണ്ണയൊന്നും പോരാ. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നാലേ നമുക്ക് എണ്ണ തെളിഞ്ഞ് കിടക്കണം. ഇത് സോസ് ആയിക്കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് കിടന്നാലേ നമുക്ക് അത്, സാധാരണ ഇതൊക്കെ ആൾക്കാർ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്, വലിയ ബാച്ചൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യും. നമുക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാനും എളുപ്പത്തിന് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നാലും ഇതിനകത്ത് 4 ടേബിൾ സ്പൂണോളം എണ്ണ വേണം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും കൂടി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റോളം, ഒരുപാട് ഹൈ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ
അതൊന്ന് വഴറ്റി കൊടുക്കണം. ഇട്ടിട്ട് എവിടെയും പോയി കളയരുത്, കരിഞ്ഞു പോയാൽ വേറെ ടേസ്റ്റ് ആയിപ്പോവും. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചീത്തയായി സോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അത് കാരണം അതിൻ്റെ കൂടെ തന്നെ നിന്ന് ഇത് ചെയ്യുക. അത് മുരിഞ്ഞൊന്നൊരു മണം വരുമ്പോഴത്തേക്കും നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല വടിച്ച് തന്നെ ഇടണം, ഒരു ശകലം പോലും കളയാനില്ല. അപ്പോൾ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്നത് എല്ലാം നല്ലപോലെ വടിച്ച് അങ്ങോട്ട് തുടച്ചിടുക. ഓക്കെ, അത് മൊത്തം ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ നല്ല കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ. ബിക്കോസ് തീ ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോഴത്തേക്കും പറ്റുള്ളതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക. തീ ലോയിൽ വെച്ചിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാൻ. ഇതെല്ലാം ഇട്ട് നമ്മുടെ കൈ ഫ്രീ ആകുമ്പോൾ മാത്രം തീ ഒന്നുകൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ വഴറ്റി നമ്മൾ ഇട്ട് കൊടുത്ത ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. നമുക്കൊരു പച്ചമണമുണ്ട്, പച്ച ചൊവയുണ്ട്, അതിൻ്റെ ആ ചൊവയൊന്ന് മാറ്റിയെടുക്കണം. പച്ച ചൊവ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമ്മളിതിൻ്റെ അകത്ത് സോയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ വിനീഗർ. ഇനി കുറച്ചുകൂടി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. തൽക്കാലത്തേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇനി വേണ്ടത് നമുക്ക് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ ഇപ്പം ഈ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ 3 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു 3 ടീസ്പൂൺ ഇട്ടു. ലാസ്റ്റ് നിങ്ങൾ കാണും ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം ഒരു 6 ടീസ്പൂൺ, ദാറ്റ് ഈസ് 9 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ല ഇത്, സോറി, ടൊമാറ്റോ കെച്ചപ്പാണ്. സോസ് കുറച്ചുകൂടി മധുരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അത് സോസ് ഒഴിച്ചാലും കെച്ചപ്പ് ഒഴിച്ചാലും ടേസ്റ്റ് വ്യത്യാസം വരും. സോസ് ആണെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അതിൻ്റെ അളവിൽ നിങ്ങൾ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. ഇനി സോസ് ആ കയ്യിലെങ്കിൽ പിന്നെ അത് ഇട്ടില്ല, അയ്യോ ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും പറയണ്ട, നിങ്ങൾക്ക് അത് വെച്ചും ചെയ്യാം. പിന്നെ ഞാനൊരു ചൂടുവെള്ളം, ഒരു 1/2 കപ്പ് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഇങ്ങനെ സോസൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ചൂടുവെള്ളം തന്നെ തിളപ്പിച്ച് വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര എളുപ്പമാണ് ഈ സോസ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു കൂടിപ്പോയാൽ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റിനകത്ത് നമുക്ക് നല്ലൊരു സോസ് റെഡിയാവും. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ സോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഒരുപാട് സ്വീറ്റ് അല്ല ഇത്, നമുക്ക് ഒരു ചെറിയ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് വരണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് വിനീഗർ കുറച്ചുകൂടി വേണം തോന്നി, ഞാനൊരു 3/4 ടീസ്പൂൺ വിനീഗർ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം വിനീഗർ ഒരു 1.25 ടീസ്പൂൺ വിനീഗർ ചിലവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോസ് പിന്നെ ഒഴിക്കുന്ന കാണും, അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിന് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ 9 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിന് മൊത്തത്തിന് ചിലവായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി സോസാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും വേറെ പുതിയ വീഡിയോസായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ അടുത്ത്. താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി മൊമെൻറ്റ്സ്. Bye bye. See you another video. Bye bye.